ഇന്നത്തെ ഗോസ്പൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? പിന്നീട് അവരാരും ഈശോയോട് ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. അവരെന്താ ധൈര്യപ്പെടാഞ്ഞത്? കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഈശോ കൃത്യമായ ശരിയായ ഉത്തരം നൽകിയെന്നുള്ളതാണ്. പിന്നീട് അവർ ഈശോയോട് ചോദ്യം ചോദിച്ചില്ല, പക്ഷേ ഈശോയെ ചോദ്യം ചെയ്യൽ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങൾക്കും അവർക്ക് ക്ലാരിറ്റി കിട്ടിയില്ല. അവരുടെ അജ്ഞതയുടെ ഇരുട്ടിൽ തീർന്നു പോവാണ്. ചോദ്യങ്ങൾക്കൊരു ഗ്രേറ്റ് പവർ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. 4 വയസ്സുള്ളൊരു കുട്ടി, പഠനങ്ങൾ പറയുന്നു, 4 വയസ്സുള്ളൊരു കുട്ടി ഒരു ദിവസം 437 ചോദ്യങ്ങളെങ്കിലും ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യത്തിന് പവർ ഉണ്ടെന്നുള്ള കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ക്രിസ്തു. നമ്മൾ 4 ഗോസ്പലെടുത്ത് വായിക്കുമ്പോൾ ക്രിസ്തു ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് കാണാം 300 ചോദ്യങ്ങളാണ് ക്രിസ്തു ചോദിക്കുന്നത്. ശിഷ്യന്മാരോട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് പലതവണ ചോദിച്ചിട്ടുണ്ട്. പത്രോസിനോട് ഞാൻ ആരെന്നാണ് നീ പറയുന്നത്, നീ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് രോഗിയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ 300ഓളം ചോദ്യങ്ങൾ ഈശോ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഈശോ ചോദിക്കുന്നത് ഈശോയ്ക്ക് ഉത്തരം അറിയാത്തതുകൊണ്ടാണോ? അല്ല, ഈശോയ്ക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിയാം, എല്ലാത്തിനുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷേ ഈശോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനുഷ്യനെ കൂടുതൽ കാഴ്ചയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഗുഡ് ക്വസ്റ്റ്യൻസ് ഇൻഫോം ബട്ട് ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ് ട്രാൻസ്ഫോം. നമ്മൾ മാറ്റും എന്ന് പറയാം. അപ്പോൾ ചോദ്യം ചോദിക്കാതിരിക്കലല്ല, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം.